ബഹുമാനപ്പെട്ട പനക്കിലച്ച, എൻ്റെ പേര് അലൻ എന്നാണ്. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, സഹോദരി, അനിയൻ എന്നിവർ ഉൾപ്പെടുന്നു. ഏകദേശം 30 വർഷമായി അപ്പൻ ദുബായിൽ ജോലി നോക്കി വരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകനാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരു ഹിന്ദു പെൺകുട്ടിയുമായി സ്നേഹബന്ധത്തിൽ ആയിരുന്നു. ഞങ്ങളുടെ കുടുംബം ക്രൈസ്തവ പാരമ്പര്യമുള്ള കുടുംബമാണ്. ഈ സ്നേഹബന്ധം അറിഞ്ഞതു മുതൽ വീട്ടിൽ വളരെ പ്രശ്നങ്ങളാണ്. അവസാനം ഞാൻ ഇതിൽ നിന്ന് പിന്മാറി. പക്ഷേ ഹിന്ദുവായ പെൺകുട്ടി എന്നിൽ നിന്ന് പിന്മാറുന്നില്ല. എനിക്ക് ഇപ്പോൾ 30 വയസ്സായി. ഞാൻ വളരെ വിഷമഘട്ടത്തിലാണ്. വിവാഹാലോചനകൾ വരുമ്പോൾ എനിക്ക് മനസ്സിൽ വളരെ പ്രയാസങ്ങൾ തോന്നുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. മനസ്സ് കലുഷിതമാണ്. നല്ല നിർദ്ദേശങ്ങൾക്ക് വേണ്ടി അലൻ. ഇപ്പോൾ വായിച്ചു കേട്ട ഈ എഴുത്തിലേക്ക് നോക്കുമ്പോൾ അലൻ എന്ന 30 വയസ്സ് തികഞ്ഞ ചെറുപ്പക്കാരൻ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. അവന് തീരുമാനമെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അവൻ്റെ ചില കുടുംബ സാഹചര്യങ്ങൾ അവനെ പല വിധത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതാണ് ഈ എഴുത്തിലെ പ്രധാനപ്പെട്ട പരാമർശം. ഈ എഴുത്ത് വെച്ച് നോക്കുമ്പോൾ അലനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അലൻ്റെ അപ്പൻ 30 വർഷമായിട്ട് കാനഡയിലാണ്. അപ്പോൾ വല്ലപ്പോഴും ഇടയ്ക്ക് ഒന്ന് വരുന്നു, ഏതാനും ദിവസം മാത്രം താമസിക്കുന്നു, സ്ഥലം വിടുന്നു. പിന്നെ അലനെ സംരക്ഷിക്കുന്നത് അലൻ്റെ അമ്മയാണ്. അതുകൊണ്ട് അലന് അമ്മയോടാണ് കൂടുതൽ അടുപ്പവും ബന്ധവുമെല്ലാം. അപ്പനുമായിട്ടുള്ള ഒരു അടുപ്പമോ ബന്ധമോ ഒന്നും അലന് ഉണ്ടാകാത്തത് കൊണ്ട് ഒരു പുരുഷൻ എന്ന നിലയിലുള്ള തീരുമാനമെടുക്കുന്നതിൽ അലന് വേണ്ട വിധത്തിലുള്ള ഒരു മാനസിക കെട്ടുറപ്പ് അലൻ്റെ കുടുംബ സാഹചര്യത്തിൽ ലഭിച്ചിട്ടില്ല. അലൻ ഈ നാൾ വരെയും വളർന്നു വന്നത് അമ്മ പറയുന്നത് കേട്ട് വളർന്നു വന്ന ഒരു മകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മൂത്ത മകനാണ്. അമ്മ അപ്പന് പകരം ഈ മൂത്ത മകനെയാണ് എല്ലാ കാര്യങ്ങളിലും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയും മകനും തമ്മിൽ നല്ല ഒരു ബന്ധമാണ് ഉള്ളത്. പക്ഷേ ആ ബന്ധം കാരണം അവൻ്റെ ഉള്ളിൽ അമ്മ പറയുന്നതിന് എതിരായിട്ട് ഒരു തീരുമാനമെടുക്കാനായിട്ട് ഒരിക്കലും അവന് സാധിക്കുകയില്ല. അവൻ അമ്മയുടെ ഒരു പെറ്റായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ്. അമ്മ ഇവനിലും ഇവൻ അമ്മയിലുമാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു പുരുഷൻ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്, ഒരു പുരുഷൻ എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നത്, അങ്ങനെ ഒരു ട്രെയിനിങ് ഇവന് കിട്ടിയിട്ടേയില്ല. അതുകൊണ്ട് അലൻ്റെ ഈ വൈകാരികമായ ഈ പക്വതയില്ലായ്മയെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നിന്നും അലന് വളരാൻ കഴിയുന്നത് പ്രധാനമായും അലൻ ദൈവപിതാവിൻ്റെ കീഴിലേക്ക് വന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അലൻ പരിശീലിക്കണം. എനിക്ക് അച്ഛൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത്, ഒരു കുട്ടിയുടെ വളർച്ചയിൽ ആൺകുട്ടികൾ പ്രത്യേകിച്ച് അപ്പന്മാർ തീരുമാനം എടുക്കുന്നതും നടപ്പിലാക്കുന്നതും കണ്ടിട്ടാണ് ഒരു മാനസിക പക്വത വളർന്നു വരുന്നതെന്ന്. അപ്പം അങ്ങനെ ഈ അലൻ്റെ കേസിൽ അപ്പൻ തീരുമാനം എടുക്കുന്നത്, ആക്ട് ചെയ്യുന്നതും അലൻ കണ്ടിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ശരിയാണ് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മൾ ചുറ്റുപാടുള്ളവരെ കണ്ട് അനുഭവിച്ചിട്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്.
അപ്പോൾ ഈ പക്വതക്കുറവ് അലനുണ്ടെന്നാണ് അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ. തന്നെയുമല്ല, അപ്പൻ അമ്മയോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത്, ഒരു ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, ഇത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല. അലന് ലഭിച്ചിട്ടില്ല. അപ്പൻ പിന്നെ കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് പോയി ജോലി ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു കുടുംബജീവിതത്തിൽ അപ്പൻ്റെ യഥാർത്ഥമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ശരിയായ ഒരറിവ് ഈ അലന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അലൻ മനസ്സിലാക്കേണ്ടത് വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി ഒരു ദൈവവിളിയാണ്. അത് ദൈവം ആണ് ജീവിത പങ്കാളിയെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അലൻ ദൈവത്തിനാണ് തന്നെ തന്നെ സമർപ്പിക്കേണ്ടത്. അങ്ങനെ ദൈവത്തിനെ കമ്മിറ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടി തീരുമാനമെടുത്ത് അതുപോലെ ദൈവഹിതം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആത്മീയ പക്വതയിലേക്ക് അലൻ പ്രാർത്ഥനയിലൂടെയും പിന്നെ തന്നെ തന്നെ മനസ്സിലാക്കുന്ന അനുഭവത്തിലൂടെയും ദൈവവചന പാരായണത്തിലൂടെയും വളരേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, അലൻ തൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുമായി പ്രേമത്തിലായി. അതൊരു ഹിന്ദു പെൺകുട്ടിയാണ്. ഒരുപക്ഷേ അലൻ ആ പെൺകുട്ടിയുമായി പ്രേമത്തിലാകാനുള്ള കാരണം ഈ അമ്മയുടെ കുറേ ക്വാളിറ്റീസ് അവളിൽ കണ്ടതുകൊണ്ടായിരിക്കാം ആ രീതിയിൽ അവളോട് അടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അമ്മയുടെ ഒരു അടിമത്തത്തിലാണ്. രണ്ടാമത് വീണ്ടും ഈ പെൺകുട്ടിയുമായുള്ള അടുപ്പത്തിലേക്ക് വരുമ്പോൾ ഈ അവളുടെ മേൽ ഒരു വ്യക്തമായ തീരുമാനമെടുക്കുവാനോ അവളെ വേറെ രീതിയിലേക്ക് തിരിച്ചുവിടാനോ ഒന്നും അലന് സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവളുടെ സംരക്ഷകനായും അവളെ മുന്നോട്ട് നയിക്കുന്ന ഒരാളായിട്ടും മാറാനായിട്ട് അലനെ കൊണ്ട് പറ്റിയല്ല. കാരണം അലൻ അവളുടെ കീഴിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോഴും. അതെ, അലൻ ഈ ബന്ധത്തിൻ്റെ അകത്ത് ഒരു ഭീരുവായിട്ടാണ് ഇവിടെ ഈ ലെറ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് അലൻ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളെ ഉപേക്ഷിച്ചു എങ്കിലും എന്നാണ് അലൻ പറയുന്നത്. പക്ഷേ അവൾ അലനെ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആ ബന്ധം അങ്ങനെ നിൽക്കുകയാണ്. അതിന് കാരണം അലന് തൻ്റെ ഉള്ളു തുറന്ന് അവളോട് സംസാരിച്ച് അലൻ്റെ താല്പര്യം എന്ത് എന്ന് അവളെ മനസ്സിലാക്കി അവളെ ആ സ്നേഹബന്ധത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് വേറൊരു പുതിയ ബന്ധാവിലേക്ക് അവളെ തിരിച്ചുവിടാനോ നയിക്കുവാനോ അശക്തനായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ അലന് അമ്മയെയും വേണം, ഈ ഹിന്ദു പെൺകുട്ടിയെയും വേണം എന്ന ഒരു നിലപാടൊക്കെ എഴുത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് വായിച്ചറിയാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാവുന്ന ഒരു സ്റ്റേജിലല്ല അലൻ. അലൻ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പറഞ്ഞാൽ അവൾ പ്രതീക്ഷ വയ്ക്കുന്നത് രണ്ട് വിധത്തിലാണ്. ഒരുപക്ഷേ എന്നെ ഇവൻ്റെ അമ്മ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാകാം. അങ്ങനെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരുന്നില്ല എന്ന ഒരു ചോദ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ഇവളോട് യഥാർത്ഥത്തിൽ ഒരു നോ എന്നത് വ്യക്തമായി അലൻ പറയാത്തത് കൊണ്ട് ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് എന്ന് അലൻ വ്യക്തമാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൾ പറയും ഞാൻ മതം മാറാൻ തയ്യാറാണ്. അപ്പോഴും പ്രോബ്ലം അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കാരണം
ഈ കുട്ടിയെ പിന്നെ എന്ത് കാരണം പറഞ്ഞുകൊണ്ട് അലന് ഉപേക്ഷിക്കാൻ പറ്റും? കാരണം അവൾ പറയുകയാണെങ്കിൽ ഞാൻ മതം മാറാം, ഞാൻ പിന്നെ കഴിയുന്നിടത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറാണ്, പിന്നെ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് അലന് ഉത്തരം കൊടുക്കാൻ പറ്റുകയില്ല. അലൻ മനസ്സിലാക്കണം, വിവാഹം, ആ ക്രിസ്തീയ വിവാഹം, ദൈവമാണ് ജീവിത പങ്കാളിയെ തരുന്നത്. അലൻ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം, ഈ പെൺകുട്ടിയും അലന് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം, എങ്കിലേ ക്രിസ്തീയ വിവാഹത്തിൻ്റെ ധർമ്മം നിർവഹിക്കപ്പെടുന്നുള്ളൂ. സാധാരണ ഒരു മതത്തിൽ നടക്കുന്ന വിവാഹധർമ്മം അത് നടന്നതുകൊണ്ടൊരു ക്രിസ്തീയ കുടുംബം തൃപ്തിപ്പെടുന്നില്ല. ക്രിസ്തീയ ധർമ്മം ഈ വിവാഹത്തിലൂടെ നടന്നാൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷം അലന് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ അലൻ ഒന്ന് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അലന് തന്നെ മാനസികമായ ചില പക്വതയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അത് ദൈവമായുള്ള പ്രാർത്ഥനയിൽ അലന് തീർച്ചയായിട്ടും ലഭിക്കും.